അടുത്തായിട്ട് 46ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു പാക്ക് ഓഫ് കാർഡിൽ നിന്ന്, അതായത് 52 കാർഡിൽ നിന്ന് നമ്മൾ 2 കാർഡ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. അതും വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ് എടുക്കുന്നു. 52ൽ നിന്ന് ആദ്യമേ ഒരു കാർഡ് സെലക്ട് ചെയ്തു, അത് ഏതാ നോക്കിയ ശേഷം എന്ത് ചെയ്യുക, വീണ്ടും അത് തിരിച്ച് വെക്കുക, തിരിച്ച് റീപ്ലേസ് ചെയ്തു, വീണ്ടും എന്ത് ചെയ്യുക, രണ്ടാമത്തെ കാർഡ് അതേ 52ൽ നിന്ന് തന്നെ ആയിരിക്കും വീണ്ടും എടുക്കുന്നത്. അതാണ് വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യും, നമ്മൾ 2 കാർഡ് എടുക്കുകയാണെങ്കിൽ ആ എടുത്ത 2 കാർഡ് എന്താവണം, ഫേസ് കാർഡ് ആകാനുള്ള പ്രോബിലിറ്റിയാണ് വേണ്ടേ. സോ ആൻസർ നോക്കാം. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം 52 കാർഡിൽ ആകെ ഫേസ് കാർഡിൻ്റെ എണ്ണം 12ആണ്. മൊത്തം 52ൽ 12 ഫേസ് കാർഡാണ് ഉള്ളത്. സോ ആദ്യത്തെ കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി വെച്ച് എന്തായിരിക്കും, ടോട്ടലിന് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് 12 കാർഡ്. സോ 12/52 ആയിരിക്കും ആദ്യത്തെ കാർഡ് എടുക്കുന്ന പ്രോബിലിറ്റി. ഇപ്പോൾ എന്ത് ചെയ്യുക, വിത്ത് റീപ്ലേസ്മെന്റ് ആണ് എന്ത് ചെയ്യുക, വീണ്ടും ആ കാർഡ് തിരിച്ചു വെച്ചു, രണ്ടാമത് വീണ്ടും എന്തായിരിക്കും, രണ്ടാമത്തെ കാർഡും 52 തന്നെ സെലക്ട് ചെയ്യുന്നത്. സോ നമുക്ക് 52ൽ വീണ്ടും എത്ര എന്ന് ചോദിച്ചാൽ രണ്ടാമതും നമുക്ക് വേണ്ടത് ഫേസ് കാർഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫേസ് കാർഡിൻ്റെ എണ്ണം 12 തന്നെയാണ്. സോ 52ൽ 12 തന്നെ ആയിരിക്കും രണ്ടാമത്തെ ഫേസ് കാർഡിൻ്റെ പ്രോബിലിറ്റി. സോ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/13 ഇൻറ്റു 3/13 എന്ന് കിട്ടും. 4 കൊണ്ട് കട്ട് ചെയ്യാം. അടുത്തതായിട്ട് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ അതായത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് ഒരു വേർഡുണ്ട്, ഫേവറബിൾ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലെറ്റർ ചൂസ് ചെയ്യുകയാണ് റാൻഡമായിട്ട്. അങ്ങനെയാണെങ്കിൽ ആ സെലക്ട് ചെയ്ത ലെറ്റർ എന്താവണം, ഒരു വവൽ ആകാനുള്ള പ്രോബിലിറ്റി വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുമ്പോൾ തന്നിരിക്കുന്ന വാക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ അതിൽ മൊത്തം 10 ലെറ്റേഴ്സ് ഉള്ളത്, മൊത്തം 10 ലെറ്റേഴ്സ്. അപ്പം എന്ത് താഴെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 10 ആയിരിക്കും. ഇനി മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്നത് എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന വേർഡ് എന്തായിരിക്കണം, വവലായിരിക്കണം. സോ തന്നിരിക്കുന്ന വാക്കിനകത്ത് മൊത്തം 4 വവൽസാണ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും, നമ്പർ ഓഫ് ഫേവറബിൾ ചാൻസ് 4 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും പ്രോബിലിറ്റി 4/10 ആയിരിക്കും പ്രോബിലിറ്റി. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/5 എന്ന് കിട്ടും. അടുത്തായിട്ട് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവിടെ മൊത്തം ഒരു 5 ബോയ്സും അതുപോലെ ഒരു 5 ഗേൾസും ഉണ്ട്. നമുക്കിവരെ ഒരു റോയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ ഇതാണ്, ബോയ്സും ഗേൾസും എന്താവരുത്, ആൾട്ടർനേറ്റീവായിട്ട് അറേഞ്ച് ആവരുത്. അതായത് ആദ്യം ഒരു ബോയ് കഴിഞ്ഞാൽ അടുത്തത് ഒരു ഗേൾ ആയിരിക്കണം, വീണ്ടും ഒരു ബോയ്, വീണ്ടും ഒരു ഗേൾ. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച് ചെയ്ത് പോകണം. 2 ബോയ്സോ അല്ലെങ്കിൽ 2 ഗേൾസോ അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമുക്ക് താണ്ട് ഈ ഒരു രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് താണ്ട് ഈ ബി ഇട്ടേക്കുന്ന എല്ലാം ബോയ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. മൊത്തം ഒരു 5 ബോയ്സ് ഉണ്ട്. അപ്പോൾ ഇവർ അപ്പുറം ഇപ്പുറം ഈ എക്സ് ഇട്ടേക്കുന്നത്, ഇന്ത്യ ഇട്ടേക്കുന്ന എല്ലാം ഗേൾസിൻ്റെ പ്ലേസ് ആണ്. അതായത് ആദ്യമേ ഒരു ഗേള്, അത് കഴിഞ്ഞൊരു ബോയ്, വീണ്ടും ഒരു ഗേള്, വീണ്ടും ഒരു ബോയ്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, മൊത്തം ബോയ്സും ഗേൾസും ആൾട്ടർനേറ്റീവായിട്ട് വരും. സോ നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് വേണ്ട ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ. സോ പ്രോബിലിറ്റി വെച്ചാൽ എന്ത് ചെയ്യും, താഴെ എപ്പോഴും വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ അറേഞ്ച്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, പെർമുട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റും. സോ മൊത്തം 5 ബോയ്സും 5 ഗേൾസും മൊത്തം 10 പേരാണ് ഉള്ളത്. സോ എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കും. ഇനി 6 എന്ന് വെച്ചാൽ അതിൽ ഒരു സമയം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സമയം 10 പേരെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്തായിരിക്കും, എന്നിൻ്റെ വാല്യൂ 10 ആയിരിക്കും, 6ൻ്റെ വാല്യൂ 10 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് 10/10 എന്ന് വരും താഴെ. ഇനി മേളിൽ നമ്മൾ റിക്വയർഡ് അറേഞ്ച്മെന്റാണ് വേണ്ടേ. അതായത് എന്താണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ബോയ്സും ഗേൾസും ആൾട്ടർനേറ്റീവായിട്ട് വരുന്ന അറേഞ്ച്മെന്റ് മേളിൽ വേണം. സോ നമ്മൾ ബോയ്സിന്റെ അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതാണ്ട് ആദ്യം ബോയ്സിന് മൊത്തം 5 പേര് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തം 5 പേരുണ്ട്. അതിൽ 5 പേരെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സമയം അറേഞ്ച് ചെയ്യണം. മൊത്തം 5 പ്ലേസേ ഉള്ളൂ, അതിൽ 5 പേരെയും നമുക്ക് അറേഞ്ച് ചെയ്യണം. സോ എന്തായിരിക്കും, എന്നിന്റെ വാല്യൂ 5 ആയിരിക്കും, 6ന്റെ വാല്യൂ എന്തായിരിക്കും 5 ആയിരിക്കും. അപ്പോൾ 5/5 ആയിരിക്കും ബോയ്സിന്റെ അറേഞ്ച്മെന്റ്. അടുത്തെന്ന് വെച്ചാൽ ഗേൾസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഗേൾസ് ഇവിടെ ഇന്ത്യ ഇട്ടേക്കുന്ന ഭാഗമാണ്. ഗേൾസ് മൊത്തം 6 പ്ലേസ് ഉണ്ട് ഗേൾസിന് വേണ്ടിയിട്ട്. ഗേൾസിന് മൊത്തം 6 പ്ലേസിൽ അറേഞ്ച് ചെയ്യാം. അവിടെ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും 6 ആയിരിക്കും. ഇനി എത്ര ഗേൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ 5 ഗേൾസ് അവിടെ ഉള്ളൂ. സോ എന്തായിരിക്കും, ഒരു സമയത്ത് 5 ഗേൾസിനെ നമുക്ക് അറേഞ്ച് ചെയ്താൽ മതി. സോ 6ന്റെ വാല്യൂ 5 ആയിരിക്കും. മൊത്തം 6 പ്ലേസ് ഉണ്ട്. അപ്പോൾ എന്നിന്റെ വാല്യൂ 6 എന്ന് വരും. സോ 6/5 എന്ന് വരും ഗേൾസിന്റെ അറേഞ്ച്മെന്റ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 1/42 എന്ന് കിട്ടും. അടുത്തായിട്ട് 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ദാറ്റ് ആൻ ഓർഡിനറി ഇയർ ഹാസ് 53 ട്യൂസ്ഡേയ്സ്? അതായത് ഒരു സാധാരണ വർഷം 53 ട്യൂസ്ഡേയ്സ് ഉണ്ടാകാനുള്ള സാധ്യത എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ
സോ ഒരു സാധാരണ വർഷത്തിൽ ഓർഡിനറി ഇയറിൽ മൊത്തം 365 ദിവസമുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ 365 ദിവസത്തിൽ എല്ലാ ദിവസങ്ങളും, അതായത് എല്ലാ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളും കൃത്യമായിട്ടും 52 തവണ റിപ്പീറ്റ് ചെയ്യും. ഏത് വർഷം എടുത്താലും ഏത് ദിവസം എന്ത് ചെയ്യും, ഏത് തിങ്കളാണെങ്കിലും ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന എല്ലാ ദിവസവും കൃത്യമായിട്ട് 52 തവണ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് വരും. ബാക്കി നിങ്ങൾ 52 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു 364 വരും. ബാക്കി ഒരു ദിവസം കാണും. അപ്പോൾ ആ ഒരു ദിവസം എന്താ, ചിലപ്പോൾ തിങ്കളാവാം, ബുധനാവാം, വ്യാഴമാവാം, ഏതെങ്കിലും വരാം. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 52 ആഴ്ച നോക്കേണ്ട കാര്യമില്ല. അതിന് ഈക്വൽ ചാൻസ് ആണ് ഏതും വരാം. തിങ്കൾ തൊട്ട് ഞായർ വരെ വരാനുള്ള ചാൻസ് ഈക്വൽ ആണ്. ബാക്കി ഒരു ദിവസത്തെ മാത്രം. ഇപ്പോൾ ഈ ഒരു ദിവസം എന്താണ്, തിങ്കളാണെങ്കിൽ ആ ഒരു വർഷം എന്ത് ചെയ്യും, 52 മാറി 53 തിങ്കളും കാണും. ബാക്കി എല്ലാ ദിവസങ്ങളും 52 കാണും. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ട ഈ ഒരു ദിവസത്തിന്റെ ചാൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം എന്ത് ചെയ്യാം, തിങ്കളാണോ അല്ലെങ്കിൽ ചൊവ്വയാണോ ബുധനാണോ ഏത് വരും എന്നുള്ള പ്രോബിലിറ്റി, അതായത് മൊത്തം 7 ദിവസങ്ങളുണ്ട്. അതിൽ ഒന്നിന്റെ ചാൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, 1/7 ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്, ട്യൂസ്ഡേ ആകാൻ ചാൻസ് ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, 7 ഈ ഒരെണ്ണം വരെയുള്ള ചാൻസ് ആണ്. സോ എന്തായിരിക്കും, അത് 1/7 ആയിരിക്കും. അടുത്തായിട്ട് 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഈ ചോദ്യം വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്. അതായത് ഒരു 2 ഡൈസ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സമയം ത്രോ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ഓർഡർ പേർ, ഇപ്പോൾ 1 1 2 3 അല്ലെങ്കിൽ 1 2 1 3 എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ കിട്ടുന്ന ഓർഡറുടെ പേരിൽ എന്ത് കാണരുത്, സെയിം നമ്പേഴ്സ് കാണരുത്. അങ്ങനെ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് വേണ്ട. അതായത് കിട്ടുന്ന ഓർഡർ പേരിനകത്ത് 1 1 2 2 3 3 4 4 5 5 6 6 ഇതായിരിക്കും സെയിം നമ്പേഴ്സ് വരുന്ന ചാൻസസ്. സോ ഇത് ഒഴിവായിട്ട് ബാക്കിയുള്ള നമ്പർ മാത്രം കിട്ടാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ n(s)ന്റെ വാല്യൂ 6 × 6 36 ആണ്. അതായത് മൊത്തം ഔട്ട്കം. ഓക്കെ, 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ മൊത്തം അതിൽ 36 എലമെന്റ്സ് കാണും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 നമ്പറും ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രോബിലിറ്റി നിങ്ങൾക്ക് അറിയാം 1 ആണ്. അപ്പോൾ 1 എന്ത് ചെയ്താൽ മതി, 2 നമ്പറും സെയിം ആയിട്ട് വരുന്ന പ്രോബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും, 2ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റി കിട്ടും. അതായത് 2 നമ്പർ സെയിം എന്താണ്, നല്ല 1 1 2 2 3 3 4 4 5 5 6 6 ആയിരിക്കും. നമ്മൾ ഇതിന്റെ ഡബിൾ എന്നാ പറയാം. സോ ഇത് വരാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നു, അത് 1/6 ആയിരിക്കും. മൊത്തം എന്ന് വെച്ചാൽ 36. 36 ഇവിടെ 6 നമ്പേഴ്സ് ഉള്ളത്, 36 6 ആയിരിക്കും. രണ്ടും ഒരേ നമ്പർ വരാനുള്ള സാധ്യത. സോ എന്ത് ചെയ്യും, അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/6 എന്ന് കിട്ടും. അതായത് ഒരേ നമ്പർ വരുന്ന പ്രോബിലിറ്റിയാണ് 1/6. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, ടോട്ടൽ 1ൽ നിന്ന് ഈ ഒരേ നമ്പർ വരാനുള്ള പ്രോബിലിറ്റി മൈനസ് ചെയ്താൽ ബാക്കിയുള്ളത് രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആകാനുള്ള പ്രോബിലിറ്റി ആയിരിക്കും. സോ എന്ത് ചെയ്യുന്നു, 1ൽ നിന്ന് ഈ ഒരു 1/6 മൈനസ് ചെയ്ത് നമുക്ക് 5/6 എന്ന് കിട്ടും. അതായിരിക്കും എന്ത്, രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആകാനുള്ള പ്രോബിലിറ്റി. അടുത്തതായിട്ട് 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ മൊത്തം 2 കുട്ടികളുണ്ട്. സോ നമുക്ക് വേണ്ടത് there is at least one girl in the family എന്ന് പറഞ്ഞേക്കുക. അതായത് ആ ഫാമിലിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗേളെങ്കിലും ഉണ്ടാകാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ട അറ്റ്ലീസ്റ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിനിമം 1 എന്നാണ്. മിനിമം 1 എങ്കിലും വേണം. അതായത് മാക്സിമം എന്തെങ്കിലും പോകാം, 1 കൂടുതലും ആവാം. അപ്പോൾ 1 അല്ലെങ്കിൽ എന്താ, ഒരു ഗേളാവാം, അല്ലെങ്കിൽ 2 ഗേളും ആവാം. മാക്സിമം 2 വരെ പോകാൻ പറ്റിയ കാര്യം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അവിടെ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യാം, ഒരു കുട്ടി മാത്രം ഗേളാവും, അല്ലെങ്കിൽ 2 കുട്ടിയും ഗേളാവുന്ന കേസും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് നോക്കുകയാണെങ്കിൽ അതിൽ മൊത്തം 4 എലമെന്റ്സ് കാണും. അതായത് നമ്മുടെ B1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി ബോയ് ആണ്. ബി എന്ന് വെച്ചാൽ ബോയ്, 1 എന്ന് വെച്ചാൽ ആദ്യത്തെ കുട്ടി. അപ്പോൾ മൊത്തം 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞേക്കുക. സോ എന്തായിരിക്കും, B1ഉം B2, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും കുട്ടികൾ ബോയ്സ് ആണ്. അടുത്തെന്ന് വെച്ചാൽ B1 G2 ആണ്. അതായത് ആദ്യത്തെ കുട്ടി ബോയും രണ്ടാമത്തെ കുട്ടി ഗേളും ആവാം. അടുത്ത ചാൻസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം, ആദ്യത്തെ കുട്ടി ഗേളും രണ്ടാമത്തെ കുട്ടി ബോയ് ആവാം, അല്ലെങ്കിൽ ആദ്യത്തെയും രണ്ടാമത്തെയും കുട്ടികൾ എന്തായിരിക്കാം, ഗേൾസ് ആയിരിക്കാം. അങ്ങനെ മൊത്തം 4 ചാൻസ് ആണുള്ളത്. ഒരു ഫാമിലിയിൽ 2 കുട്ടികളുണ്ടാവുള്ളത്. ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 1 ഗേളുള്ള പ്രോബിലിറ്റിയാണ് വേണ്ടത്. സോ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് വെച്ചാൽ 1 അതിൽ കൂടുതലോ ഗേൾസ് നോക്കുകയാണെങ്കിൽ ആണ്ടേ B1 G2ലും G1 B2ലും G1 G2ലും എന്തുണ്ട്, 1ഉം 2ഉം ഗേൾ വീതം ഉണ്ട്. സോ നമ്മുടെ ഈയിൽ വരുന്ന എലമെന്റ്സ് കാണാൻ ഇവർ 3 പേരുമായിരിക്കും. സോ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് വെച്ചാൽ N(f)/N(s) ആയിരിക്കും. N(f)ൽ മൊത്തം 3 എലമെന്റ്സ് ഉണ്ട്. N(s)ൽ മൊത്തം 4 എലമെന്റ്സ് ആയിട്ട് സാമ്പിൾ സ്പേസിൽ ആകെ ഉള്ളത്. സോ 3/4 ആയിരിക്കും അതിന്റെ പ്രോബിലിറ്റി.
അടുത്തായിട്ട് 69ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു 2 ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ ആ 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓൾഡ് പേരിൻ്റെ സമ്മ് 5 കിട്ടണം. ആ സമ്മ് 5 കിട്ടാനുള്ള പ്രോബിലിറ്റിയുടെ ചാൻസാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നോക്കാം. ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ മൊത്തം 36 എലമെൻറ്റ്സ് ആണ് മൊത്തം ഉള്ളത്. 2 ഡൈസ് ത്രോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഈ എന്ന് വെച്ചാൽ എന്തായിരുന്നു സമ്മ് 5 കിട്ടണം. അപ്പോൾ ചാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 2ഉം 3ഉം വന്നു കഴിഞ്ഞാൽ സമ്മ് 5 ആയിരിക്കും. ഓൾറെഡി പേര് 2, 3, 5 കിട്ടും. അതുപോലെ 3ഉം 2ഉം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും 5 കിട്ടും. 1ഉം 4ഉം വന്നു കഴിഞ്ഞാൽ 5 ആയിരിക്കും. 4ഉം 1ഉം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സമ്മ് 5 ആയിരിക്കും. ഈ ഒരു 4 കേസ് മാത്രമേ എന്തുള്ളൂ ആ ഒരു സാമ്പിൾ സ്പേസിനകത്ത് സമ്മ് 4 വരുന്ന കേസുള്ളൂ. സോ നമ്മുടെ ഈയിൽ മൊത്തം 4 എലമെൻറ്റും ടോട്ടൽ ഔട്ട്കം 36 ആയിരിക്കും. സോ പ്രോബിലിറ്റി എന്തായിരിക്കും എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ആണ്. സോ എൻ ഓഫ് ഇയിൽ മൊത്തം 4 എലമെൻറ്റ്, എൻ ഓഫ് എസിൽ മൊത്തം 36 എലമെൻറ്റ്. സോ 4/36 ആയിരിക്കും പ്രോബിലിറ്റി. നിങ്ങൾ 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1/9 എന്ന് എഴുതാൻ പറ്റും. സോ ലാസ്റ്റ് പ്രോബിലിറ്റി 1/9 ആയിരിക്കും. അടുത്തായിട്ട് 73ാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ഡൈസാണ് ത്രോ ചെയ്യുക. അങ്ങനെ 3 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 3 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓൾറെഡി പേരിനകത്ത് 3 എന്തായിരിക്കണം സെയിം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി വേണ്ട. അതായത് ഓൾറെഡി പേർ ഇപ്പോൾ നമ്മൾ 111 എടുത്തു കഴിഞ്ഞാൽ 3ഉം സെയിം നമ്പറാണ്. ഇപ്പോൾ 222 എന്ന് എടുത്തു കഴിഞ്ഞാൽ 222 3 നമ്പർ വരും. അപ്പോൾ 222ൽ എന്താണ് 3ഉം സെയിം നമ്പർ കിട്ടുക. അതുപോലെ എല്ലാം എന്തായിരിക്കണം സെയിം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ എ എന്ന് പറഞ്ഞ എലമെൻറ്റിൽ മൊത്തം നമ്മുടെ അടുത്ത് എന്താണ് 3ഉം ഒരേ നമ്പർ. അതായത് 1,1,1, അടുത്ത 2,2,2, അടുത്ത 3,3,3, അങ്ങനെ ഇവിടെ വരെ പോകും 6,6,6 വരെ ആയിരിക്കും. അങ്ങനെ മൊത്തം ഒരു 6 എലമെൻറ്റ്സ് എന്ത് കാണത്തുള്ളൂ 3ഉം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കാണത്തുള്ളൂ. അതായത് ഓരോ പേരിലെ എല്ലാ നമ്പേഴ്സും സെയിം ആയിട്ട് വരുന്ന മൊത്തം 6 എലമെൻറ്റേ കാണുള്ളൂ. സോ നമുക്ക് ഇവിടെ മൊത്തം 6 എലമെൻറ്റ്സ് ആയിരിക്കും എൻ ഓഫ് എയിലുള്ളത്. ഇനി എൻ ഓഫ് എസ് എന്ന് വെച്ചാൽ മൊത്തം സാമ്പിൾ സ്പേസ് ഇവിടെ 3 ഡൈസാണ് ത്രോ ചെയ്യുന്നത്. 3 ഡൈസ് ആകുമ്പോഴത്തേക്കും മൊത്തം എലമെന്റ് എന്ന് വെച്ചാൽ 6 × 6 × 6 ആയിരിക്കും. സോ എത്ര ആയിരിക്കും അത് 216 ആയിരിക്കും എൻ ഓഫ് എസിൽ വരിക. സോ 6/216 ആണ് നമ്മുടെ റിക്വയർഡ് പ്രോബിലിറ്റി. അതൊന്ന് 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/36 എന്ന് കിട്ടും. സോ അതായിരിക്കും ആൻസർ. അടുത്തതായിട്ട് 76ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പാക്ക് ഓഫ് കാർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കാർഡ് റാൻഡമായിട്ട് ചൂസ് ചെയ്യുകയാണ്. അങ്ങനെ എടുക്കുന്ന കാർഡ് എന്താവണം ഒന്നുകിൽ ഒരു റെഡ് കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കിങ് ആയിരിക്കണം. റെഡ് ഓർ കിങ് എന്നാണ് പറഞ്ഞേക്കാം. ഒന്നുകിൽ റെഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കിങ് ആയിരിക്കണം. അതിനുള്ള പ്രോബിലിറ്റി വേണ്ടേ. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ മൊത്തം കാർഡിൽ 52 കാർഡാണ് ഉള്ളത്. അപ്പം എന്തായിരിക്കും മൊത്തം എൻ ഓഫ് എസിൽ 52 എന്ന് വരും. നമുക്ക് വേണ്ടത് എടുക്കുന്ന കാർഡ് ഒന്നുകിൽ ഒരു റെഡ് കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കിങ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം ഒരു പാക്ക് ഓഫ് കാർഡിൽ മൊത്തം 26 റെഡും 26 ബ്ലാക്കും ഉള്ള അങ്ങനെ മൊത്തം 52 കാർഡ്. നമുക്കെന്താണ് 26 എന്താ ഉള്ളത് റെഡ് കാർഡ് ആയിരിക്കും. ബാക്കി റെഡ് കാർഡ് കിട്ടാൻ ചാൻസ് 26 ഇനി എന്താണ് അതില്ലെങ്കിൽ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു കിങ് ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ മൊത്തം 52 കാർഡിൽ 4 കിങ് ആണുള്ളത്. അപ്പോൾ ഈ 4 കിങ്ങിൽ തന്നെ 2 എണ്ണം റെഡിലുണ്ട് ഓൾറെഡി കേട്ടോ. ഈ 26 എടുത്തതിനകത്ത് 2 കിങ് ഉണ്ട് റെഡിന്റെ. ഇനി ബാക്കി 2 കിങ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ മതി ബാക്കി ഈ 2 എണ്ണം എഴുതിയിരിക്കുക. അപ്പം മൊത്തം നമുക്ക് എൻ ഓഫ് ഇയിൽ വരുന്ന എലമെന്റ് വെച്ചാൽ 26ഉം 2ഉം 28 ആയിരിക്കും. അതായത് റെഡും കിങ്ങോട് ചേർത്തെടുക്കുകയാണ്. റെഡ് മൊത്തം 26, ബാക്കി 4 കിങ്ങാ ഉള്ളത്. ആ 4 കിങ്ങിൽ ഓൾറെഡി 2 എണ്ണം ഉണ്ട് ഈ 26 ഇൻക്ലൂഡഡ് ആണ്. ബാക്കി 2 കൂടെ ഉള്ളൂ. സോ എന്ത് ചെയ്യാം ആ 2 ഇവിടെ ആഡ് ചെയ്തേക്കുകയാണ്. സോ 26ഉം 2ഉം 28 ആയിരിക്കും എൻ ഓഫ് ഇയിൽ വരുന്ന മൊത്തം എലമെന്റ്സ്. സോ നമുക്ക് എന്താണ് എടുക്കുന്ന കാർഡ് ഒന്നുകിൽ റെഡ് ആകണം അല്ലെങ്കിൽ കിങ് ആകണം. മൊത്തം 28 എന്തുണ്ട് ഈ 28 നമ്മൾ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പാട്ട് എന്തായിരിക്കും ഒന്നുകിൽ റെഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കിങ്ങും ആയിരിക്കും. സോ എന്തായിരിക്കും എൻ ഓഫ് ഇ എന്ന് വെച്ചാൽ എൻ ഓഫ് ഇയുടെ വാല്യൂ 28 എൻ ഓഫ് എസിന്റെ വാല്യൂ 52 ആണ്. ഇത് 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7/13 കിട്ടും. അടുത്തായിട്ട് 79ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിൽ 2 മെന്നും ഉണ്ട് 2 വുമണും ഉണ്ട്. ഈ മൊത്തം 4 പേര് അങ്ങനെയുള്ള ഈ 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്താണ് ഒരു കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. കമ്മിറ്റി ഓഫ് 2 പേഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ എന്താണ് മൊത്തം കമ്മിറ്റിയിൽ 2 പേര് മാത്രം മതി.
അപ്പോൾ അവിടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ കമ്മിറ്റി വിൽ ഹാവ് 1 മാൻ, അതായത് ആ 2 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരാൾ എന്തായിരിക്കണം, മാൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, രണ്ടാമത്തെ ആൾ വുമൺ ആയിരിക്കും. സോ മൊത്തം 2 വുമണും ഉണ്ട്, 2 മെന്നും ഉണ്ട്. അപ്പോൾ 2 വുമണിൽ നിന്ന് 1 വുമണിനെയും 2 മെന്നിൽ നിന്ന് 1 മെന്നിനെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ നമ്മളാണ് ആൻസർ നോക്കുമ്പോൾ താഴെ എപ്പോഴും നമ്മൾ എന്താ എഴുതുക, ടോട്ടൽ സെലക്ഷനാണ് എഴുതുക. ടോട്ടൽ അപ്പോൾ അവിടെ സെലക്ഷനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം 4 ആൾക്കാരുള്ള 2 വുമണും 2 മെന്നോട് ചേർത്ത് മൊത്തം 4 പേരുണ്ട്. ആ 4 പേരിൽ നിന്ന് നമുക്ക് വേണ്ടത് 2 പേരെ സെലക്ട് ചെയ്യേണ്ടത്. സോ ഒരു സമയം നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ആറിൻ്റെ വാല്യൂ 2 ആയിരിക്കും. മൊത്തം ആൾക്കാർ 4 പേരായതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ 4 ആയിരിക്കും. സോ താഴെ നമ്മൾ ടോട്ടൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ 4C2 ആയിരിക്കും വരിക. ഇനി മേളിൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുന്നത് 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആ 2 പേര് ഒരാൾ എന്തായിരിക്കണം, മെന്നായിരിക്കണം എന്ന ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ ആളെന്തായിരിക്കണം, വുമണും ആയിരിക്കും. സോ നമ്മൾ ഇത് ആദ്യത്തെ 2C1 എന്ന് പറയുന്നത് എന്തായിരിക്കും, മെന്നിൻ്റെ സെലക്ഷൻ. അതായത് മൊത്തം 2 മെന്നിൽ നിന്ന് 1 മെന്നിനെ സെലക്ട് ചെയ്യുന്നതാണ് 2C1. 2 എന്ന് വെച്ചാൽ എന്നിൻ്റെ വാല്യൂ, അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നുണ്ട്, ആറിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അടുത്ത വെച്ചാൽ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യണം, അതായത് രണ്ടാമത്തെ എന്തായിരിക്കണം, വുമൺ ആയിരിക്കണം. വുമണായിട്ട് ഒരാളെ സെലക്ട് ചെയ്താൽ മതി. മൊത്തം എത്ര പേരുണ്ട്, 2 വുമണുണ്ട്. സോ എന്തായിരിക്കും, അതും 2C1 എന്ന് വരും. 2 വുമണിൽ നിന്ന് 1 വുമണിനെ സെലക്ട് ചെയ്യുന്നു, 2C1. സോ എന്ത് ചെയ്യും, ഈ ഒരു സാധനം സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 2C1ൻ്റെ വാല്യൂ 2 ആണ്, 2C1ൻ്റെ വാല്യൂ 2 എന്ന് വരും. താഴെ 4C2ൻ്റെ വാല്യൂ 2×3 എന്ന് വരും. സോ എന്തായിരിക്കും, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ഒരു 2/3 എന്ന് കിട്ടും. അതായിരിക്കും ലാസ്റ്റ് പ്രോബിലിറ്റി. അടുത്തതായിട്ട് 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു 3 അൺബയാസ്ഡ് കോയിൻസ് ആണ് ടോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡെങ്കിലും കിട്ടാനുള്ള പ്രോബിലിറ്റി വേണ്ടത്. അപ്പോൾ വേണ്ടി നോക്കുക, അറ്റ്ലീസ്റ്റ് 2 എന്ന് വെച്ചാൽ മിനിമം 2 വേണമെന്നാണ് അർത്ഥം. 2 കൂടുതൽ എത്ര വേണമെന്നാകാം. നമ്മൾ 3 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ 2 ഹെഡ് ആയിരിക്കും കിട്ടത്, അല്ലെങ്കിൽ എന്താവാം 3 ഹെഡ് വരെ പോകാം. കാര്യം മൊത്തം 3 കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്, 3 ഹെഡ് വരെ പോകും. മാക്സിമം 3 വരെ ഉള്ളൂ. അപ്പോൾ 2 ഹെഡ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, 3 ഹെഡ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സോ ആൻസർ നോക്കാം. അപ്പോൾ നോക്കുകയാണെന്നുണ്ട് ആൻസറിൽ ഇത് 3 ഹെഡ് അല്ല 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് ആണ്. ആദ്യമേ 3 ഹെഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 ഹെഡ് ഒരു ടെയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഹെഡ്, രണ്ടാമത്തെ ടെയിൽ, മൂന്നാമത്തെ ഹെഡ്, അങ്ങനെ എന്താ സാമ്പിൾ സ്പേസ് നിങ്ങൾക്കറിയാം. സോ മൊത്തം സാമ്പിൾ സ്പേസിൽ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ 8 എലമെന്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് മിനിമം 2 ഹെഡെങ്കിലുള്ള സാമ്പിൾ സ്പേസാണ് വേണ്ടത്. സോ എന്തായിരിക്കും, മിനിമം 2 ഹെഡും അല്ലെങ്കിൽ 2 3 ഹെഡുള്ള എലമെന്റ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിൽ 1 2 3 4 എലമെന്റ് ആയിരിക്കും വരിക. സോ നമുക്ക് വേണ്ട ഇതിൽ മൊത്തം എത്ര ഉണ്ട്, 4 എലമെന്റ്സ് ഉണ്ട്. സോ എൻ ഓഫ് ഇയുടെ വാല്യൂ 4 ആയിരിക്കും. ഇനി റിക്വയർഡ് പ്രോബിലിറ്റി വെച്ചാൽ എന്തായിരിക്കും, എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ആണ്. ഇവിടെ എൻ ഓഫ് ഇ എന്ന് വെച്ചാൽ 4ഉം എൻ ഓഫ് എസിന്റെ വാല്യൂ ടോട്ടൽ 8 എലമെന്റ് ഉള്ളത്. സോ 4/8 എന്ന് കിട്ടും. 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ആയിരിക്കും ലാസ്റ്റ് പ്രോബിലിറ്റി. അടുത്തതായിട്ട് 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ പി ഓഫ് എയുടെ വാല്യൂ ഉണ്ട് 0.59, അതുപോലെ പി ഓഫ് ബിയുടെ വാല്യൂ ഉണ്ട് 0.30, അതുപോലെ തന്നേക്കുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ 0.21 ആണെങ്കിൽ നമുക്ക് വേണ്ടത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചോദ്യം ഇതായിരുന്നു, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇവിടെ ഒരു ഡി മോർഗൻസ് ലോ അപ്ലൈ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വാല്യൂ പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ആണ്. ഇനി നമുക്കിവിടെ കിട്ടിയത് പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പി ഓഫ് എ കോംപ്ലിമെന്റിനെ 1 മൈനസ് പി ഓഫ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റിനെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്യുക, അതിന് മാറ്റി എഴുതിക്കാണ്, എന്താണ് അതിനെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതി. ഇനി നമുക്ക് വീണ്ടും എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ അറിയാം. എ യൂണിയൻ ബി എന്ന് വെച്ചാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഇനി എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷനകത്ത് ഇവിടെ ഡയറക്റ്റ് മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് എഴുതിയേക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, പി ഓഫ് എ മൈനസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് വരും. ഈ ക്വസ്റ്റിനകത്ത് പി ഓഫ് എയുടെ വാല്യൂ ഉണ്ട്, അത് ആദ്യത്തെ 1 അതുപോലെ. ഇനി പി ഓഫ് എയുടെ വാല്യൂ ഉണ്ട്, അത് 0.59 ആണ്, നടുക്ക് മൈനസ്. അടുത്ത പി ഓഫ് ബിയുടെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട് 0.30 ആണ്. ലാസ്റ്റ് പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്, അതിന്റെ വാല്യൂ 0.21 ആണ് ക്വസ്റ്റിനുണ്ട്. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ പി ഓ 0.32 എന്ന് കിട്ടും. അതായിരിക്കും ഏത്, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വാല്യൂ.